ഫിസിക്സ് ഫ്ലോസ് വിത്ത് യു എന്ന ഈ ചാനലിൻ്റെ അക്കോസിക്സ് പാർട്ട് 1 വീഡിയോ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്നുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ തുടങ്ങുന്നത്. ദാറ്റ് ഈസ് സബൈൻസ് ഫോർമുല. അതായത് മാർക്സ് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഏരിയ എന്ന് വേണം പൊതുവെ ഈ ടോപ്പിക്കിനെ നമ്മൾ കാണേണ്ടത്. ഓൾറെഡി സബൈൻസ് ഫോർമുല എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്കിനി വേണ്ടത്. 5 problems, only 5 problems I am going to solve here. And believe me, ഈ 5 പ്രോബ്ലംസ് മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ സബൈൻസ് ഫോർമുല ബേസ് ചെയ്തിട്ട് ഏത് പ്രോബ്ലം വന്നാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ വി സ്റ്റാർട്ട്. വാട്ട് ഈസ് സബൈൻസ് ഫോർമുല? T is equal to 0.16 V divided by sigma S alpha എന്നോ T equal 0.16 into V divided by A എന്നോ SI യൂണിറ്റിൽ സബൈൻസ് ഫോർമുല റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് എ ഫോർമുല യൂസ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദി റിവർബറേഷൻ ടൈം. റിവർബറേഷൻ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് സബൈൻസ് ഫോർമുല എന്ന് പറയുന്നത്. ഹിയർ വി ഇസ് എ വോളിയം ഓഫ് എ ഹോൾ ഓർ ഓഡിറ്റോറിയം ഓർ റൂം, വാട്ട് എവർ ഇറ്റ് ഈസ്. പ്രോബ്ലത്തിൽ എന്താണെന്ന് പറഞ്ഞിരിക്കും. ദെൻ വാട്ട് ഈസ് എ? എ ഈസ് എ സൗണ്ട് അബ്സോർപ്ഷൻ ഓർ അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ എന്ന് വിളിക്കാം. എയുടെ യൂണിറ്റ് ആണ് സബൈൻ എന്ന് പറയുന്നത്. ഈ എ എന്നത് ഡയറക്റ്റ് പ്രോബ്ലത്തിൽ തന്നിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് എ ഈക്വൽ ടു സിഗ്മ എസ് ആൽഫ, വെയർ ആൽഫ ഈസ് എ അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് ഓർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് സൗണ്ട്, അല്ലെങ്കിൽ അക്കോസ്റ്റിക് അബ്സോർപ്റ്റിവിറ്റി, ഈ ടേം ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. സോ വാട്ട് എവർ ഇറ്റ് ഈസ് എ കോഎഫിഷ്യൻറ്റ്, ആൽഫ ഈസ് എ കോഎഫിഷ്യൻറ്റ് ഓഫ് സൗണ്ട് അബ്സോർപ്ഷൻ. ആൻഡ് ആൽഫ എന്നത് ഓരോ മെറ്റീരിയലിനും ഓരോന്നായിരിക്കും. ആൽഫയെ സർഫസ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സൗണ്ട് അബ്സോർപ്ഷൻ കിട്ടുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെന്താന്നുള്ളത് ക്ലിയർ ആകും. സോ വി സ്റ്റാർട്ട് ദി ഫസ്റ്റ് വൺ. The first problem is, a theatre has a volume of 12,000 meter cube. It is required to have a reverberation time of 2 seconds. What should be the total absorption of the whole? ഡയറക്റ്റ് പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ വോളിയം തന്നിട്ടുണ്ട് 12,000 മീറ്റർ ക്യൂബ്. ദെൻ റിവർബറേഷൻ ടൈം T ഈക്വൽ 2 seconds എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ദ ടോട്ടൽ അബ്സോർപ്ഷൻ മീൻസ് ക്യാപിറ്റൽ A ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ദ ഫോർമുല T ഈക്വൽ 0.16 V ഡിവൈഡഡ് ബൈ A എന്ന് എഴുതിയാൽ മതി, ബിക്കോസ് അബ്സോർപ്ഷൻ ഡയറക്റ്റ് ചോദിച്ചിരിക്കുകയാണ്. ഇനി സബൈൻസ് ഫോർമുല അല്ല, ഏത് പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് അറിയാവുന്ന ഫോർമുല ക്ലിയർ ആയിട്ട് എഴുതുക. ആ കറക്റ്റായിട്ടുള്ള ഫോർമുലയ്ക്ക് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 4 മാർക്കിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ആ ഫോർമുല എഴുതുന്നതിന് 1 മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ എ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ എ ഈക്വൽ 0.16 ഇൻറ്റു വി ഡിവൈഡഡ് ബൈ ടി എന്ന് വരും. സോ വാട്ട് ഇസ് ഇറ്റ്? 0.16 ഇൻറ്റു വി ഇസ് 12,000. വോളിയം തന്നിട്ടുണ്ട് 12,000. ദെൻ റിവർബറേഷൻ ടൈം ഇസ് 2. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 960 എന്ന് കിട്ടും. ആൻഡ് ദ യൂണിറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, സബൈൻസ്. അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ ആണ്, ദാറ്റ് ഇസ് സബൈൻസ്. ദെൻ ഇത് ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് 3 മാർക്കിൻ്റെ ഷോർട്ട് ആൻസറിലൊക്കെ ഇതുപോലത്തെ പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം. ഇനി എസ് എ പാർട്ടിൽ റിവർബറേഷൻ ടൈം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സബൈൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എസ് എ പാർട്ടിൽ ചോദിക്കുമ്പോൾ മേ ബി ഈ എ എന്നത് ഡയറക്റ്റ് തരണമെന്നില്ല, സർഫസ് ഏരിയ ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. സോ ദ സെക്കൻഡ് വൺ ഇസ്, ദ ഡയമെൻഷൻസ് ഓഫ് ആൻ ഓഡിറ്റോറിയം ആർ 60 meter into 15 meter into 10 meter and its interior surfaces have an average absorption coefficient of 0.25. Find out the reverberation time. ഇത്രയും ഭാഗം നമുക്ക് ആദ്യം ചെയ്യാം. ഓക്കെ, റിവർബറേഷൻ ടൈം ആണ് എന്തായാലും കണ്ടുപിടിക്കേണ്ടത്. T ഈക്വൽ 0.16 ഇൻറ്റു വി ഡിവൈഡഡ് ബൈ എ എന്ന് നമുക്ക് എഴുതാം. ബട്ട് എ ഡയറക്റ്റ് ഇവിടെ ഒന്നും പറയുന്നില്ല. പക്ഷേ എന്താ, ഡയമെൻഷൻസ്, ഓഡിറ്റോറിയത്തിൻ്റെ ഡയമെൻഷൻസ് പറയുന്നുണ്ട്. 60 ഇൻറ്റു 15 ഇൻറ്റു 10 മീൻസ് സർഫസ് ഏരിയ അപ്പോൾ കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇവിടെ സിഗ്മ എസ് ആൽഫ നമുക്ക് എഴുതാം. ദെൻ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഇൻറ്റീരിയർ സർഫസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ആണ് 0.25 എന്ന് പറഞ്ഞിരിക്കുന്നത്. മീൻസ് ആൽഫ തന്നിട്ടുണ്ട് 0.25. ദെൻ വോളിയം കണ്ടുപിടിക്കാൻ ഈ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട് 60 ഇൻറ്റു 15 ഇൻറ്റു 10. അപ്പോൾ ഇവിടെ വേണ്ടിയത് സർഫസ് ഏരിയ ആണ്. ആ സർഫസ് ഏരിയ എങ്ങനെ ചെയ്യും?
അതിനായിട്ട് ഞാനിവിടെ ഒരു ഫിഗർ വരയ്ക്കുകയാണ്. സോ 60 × 15 × 10 അതാണ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞ് അല്ലേ. സോ ദിസ് ഹൈറ്റ് അതാണ് 60. ഓക്കെ, ഇതിനെ നമുക്ക് 15 ആയിട്ട് എടുക്കാം. സോ ദിസ് ഇസ് 10. 3 ഡയമെൻഷൻസുമായി. അപ്പോൾ നോക്കി, ഈ ഫ്രണ്ട് സർഫസ് ഇതാണ് നമ്മൾ ഓഡിറ്റോറിയം എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് സർഫസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 60 × 10 ഇല്ലേ. ദിസ് ഇസ് 60 ആൻഡ് ദിസ് ഇസ് 10. സോ ദ ഏരിയ വിൽ ബി 60 × 10. ഈ ഒരു ഫേസിൻ്റെ ഏരിയ 60 × 10 ആണ്. ഇതേ ഫേസ് തന്നെയല്ലേ ബാക്കിലും വരിക. അപ്പോൾ ഫ്രണ്ട് ഫേസിൻ്റെ അതേ ഏരിയ ബാക്കിലും വരും. അപ്പോൾ ആ ഫ്രണ്ട് ഫേസിൻ്റെയും ബാക്ക് ഫേസിൻ്റെയും കൂടെ ഏരിയ എന്ന് പറയുമ്പോൾ 2 × 60 × 10 എന്ന് വരും. ശരിയല്ലേ. അതുപോലെ ഈ ടോപ്പ് ഏരിയ മീൻസ് റൂഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ദിസ് ഇസ് 10 ആൻഡ് ദിസ് ഇസ് 15. ഇപ്പോൾ റൂഫിൻ്റെ ഏരിയ 15 × 10. റൂഫിൻ്റെ അതേ ഏരിയ തന്നെയാണ് ഫ്ലോറിനും വരിക. അപ്പോൾ അവിടെയും ടോട്ടൽ എന്ന് പറയുന്നത് 15 × 10 × 2. ദെൻ ഈ ഒരു ഫേസ് ആണുള്ളത്. നോർമലി എന്ത് തന്നെയായിരിക്കും പിന്നീട് വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് 60 × 15 ആ ഒരു കോമ്പിനേഷനാണ്. ഈ ഒരു ഫേസിന് ഇതേ ഫേസ് തന്നെയാണ് ഓപ്പോസിറ്റിലും വരിക. അപ്പോൾ സർഫസ് ഏരിയ എടുക്കുമ്പോൾ ഇത്രയും ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ടി ഈക്വൽ 0.16 × v എന്നത് 60 × 15 × 10 ഡിവൈഡഡ് ബൈ ആൽഫ കോമൺ ആണ്. അപ്പോൾ ആൽഫ നമ്മൾ ആദ്യം അങ്ങ് എഴുതുന്നു. സിഗ്മ എസ് നോക്കിയാൽ മതി അല്ലേ, സർഫസ് ഏരിയ നോക്കിയാൽ മതി. അപ്പോൾ എന്താ പറയുക, 2 എല്ലാത്തിലും കോമണാണ് അല്ലേ. സോ 2 × ടോട്ടൽ സർഫസ് ഏരിയ ആണ്. 2 ടൈംസ് ഏതൊക്കെ കോമ്പിനേഷൻ വരും, 60 × 10 പ്ലസ് 60 × 15 പ്ലസ് 15 × 10. ഇത്രയും കോമ്പിനേഷൻസ് വരും ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, ഇങ്ങനെയാണ് ആ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡിനോമിനേറ്റർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 825 എന്ന് വരും. ഓക്കെ, ദെൻ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ഇറ്റ് ആസ് 1.745 സെക്കൻഡ്സ്. ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് എൻ്റെ ആൻസർ, 1.745 സെക്കൻഡ്സ്. അപ്പോൾ ഇത്തരത്തിലാണ് ഡിനോമിനേറ്റർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ദെൻ ഇതിൻ്റെ അടുത്ത പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓൾസോ ഫൈൻഡ് ദ റിവർബറേഷൻ ടൈം if 500 people are present in the auditorium, each one has an average absorption of 4.5 sabines. എന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നും ഓഡിറ്റോറിയത്തിൽ ഇല്ലാതിരുന്നപ്പോഴാണ് നമുക്ക് ഈ ടി റിവർബറേഷൻ ടൈം 1.745 സെക്കൻഡ്സ് എന്ന് കിട്ടിയത്. ഇനി ഈ ഓഡിറ്റോറിയത്തിനകത്ത് 500 പേര് വന്നിരിക്കുകയാണ്, 500 ആൾക്കാർ വന്നിരിക്കുകയാണ്. നമ്മുടെ ഹ്യൂമൻ ബോഡി അതിനൊരു സൗണ്ട് അബ്സോർപ്ഷൻ ഉണ്ട്. അങ്ങനെ ഓരോ ഹ്യൂമൻ ബോഡിയുടെയും സൗണ്ട് അബ്സോർപ്ഷൻ 4.5 സബൈൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ അബ്സോർപ്ഷൻ ഡയറക്റ്റ് തന്നിരിക്കുകയാണ് 4.5 സബൈൻ. അങ്ങനെ എത്ര പേരുണ്ട്, 500 പേരുണ്ട്. അപ്പോൾ റിവർബറേഷൻ ടൈം എന്ന് പറയുന്നത് ആ 500 പേരുടെ 4.5 സബൈൻ വെച്ചിട്ടുള്ള അബ്സോർപ്ഷൻ കൂടി ആഡ് ചെയ്യണം. ശരിയല്ലേ. സോ വാട്ട് ഈസ് ദ ന്യൂ റിവർബറേഷൻ ടൈം, ടി 0.16 × ഡയമെൻഷൻസ്, ഓഡിറ്റോറിയത്തിൻ്റെ ഡയമെൻഷൻസ് അത് തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഓൾറെഡി ആ ഓഡിറ്റോറിയത്തിൻ്റെ റിവർബറേഷൻ ഉണ്ടല്ലോ, മീൻസ് ഈ ഡിനോമിനേറ്റർ അത് തന്നെ വരും അല്ലേ. ഈ 825 ഇറ്റ്സ് ഓൾറെഡി ഹിയർ, പ്ലസ് 500 പേരുടെ 4.5 സബൈൻ വെച്ചിട്ടുള്ള അബ്സോർപ്ഷനും കൂടി ഡിനോമിനേറ്ററിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? സോ ദിസ് ഷുഡ് ബി ദ ടോട്ടൽ അബ്സോർപ്ഷൻ. ഓക്കെ, ഈ 500 × 4.5 എന്നത് 2250 എന്നാണ് വരിക. സോ 2250 പ്ലസ് 825, ദെൻ ഇത് ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ഇറ്റ് ആസ് 0.47 seconds. So the answer is 0.47 seconds. And this is a very important question. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ വാല്യൂസ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് KTU എക്സാംസിന് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. Now we move on to the next one.
The volume of a room is 500 meter cube. The wall area of the room is 250 meter square. The floor area is 150 meter square. The average sound absorption coefficient of wall is 0.03. For the floor is 0.05 and the ceiling area is 0.8. Calculate the average sound absorption coefficient and reverberation time. Okay. ഇവിടെ ഡയമെൻഷൻസ് സെപ്പറേറ്റ് തന്നിട്ടില്ല. വോളിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഏരിയ തന്നിരിക്കുകയാണ്. ദെൻ ഫ്ലോറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഓക്കെ, ഫ്ലോർ ഏരിയ തന്നിട്ടുണ്ട്. മീൻസ് ഫ്ലോറിൻ്റെ അതേ ഏരിയ തന്നെയാണ് റൂഫിനും വരിക, ശരിയല്ലേ? ഫ്ലോറിൻ്റെ സെയിം ഏരിയ ആണ് റൂഫിനും വരിക. ഇവിടെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് 3 തന്നിട്ടുണ്ട്. അതായത് ഫ്ലോർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ അതിൻ്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് തന്നിട്ടുണ്ട്. ദെൻ സീലിംഗ് വേറൊരു മെറ്റീരിയലാണ്, അതിൻ്റെ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ്. ദെൻ വോൾസ് വേറൊരു മെറ്റീരിയൽ, അതും തന്നിട്ടുണ്ട്. ഓക്കെ, ഹൗ വിൽ യു ഡു ദിസ്? ഫോർമുല ഇസ് 0.16 ഇൻറ്റു ബി ഡിവൈഡഡ് ബൈ സിഗ്മ എസ് ആൽഫ. ഓക്കെ, വോളിയം തന്നിട്ടുണ്ട് 500 മീറ്റർ ക്യൂബ്. സോ 0.16 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ ഈ സിഗ്മ എസ് ആൽഫ എന്ന് പറഞ്ഞാൽ യു ഹാവ് ദിസ് വോൾ ഏരിയ 250. ഓക്കെ, എസ്. ദെൻ ആ വോളിൻ്റെ ആൽഫ കോഎഫിഷ്യൻ്റ് എത്രയാ? വോൾസിൻ്റെ കോഎഫിഷ്യൻ്റ് 0.03 പ്ലസ് വോൾസായി. ഇനി ആരാളെ? റൂഫുണ്ട്. റൂഫ് അല്ലെ ഫ്ലോർ എടുക്കാം. ഫ്ലോറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 150 ഇൻറ്റു ഫ്ലോർ മെറ്റീരിയലിൻ്റെ ആൽഫ എത്രയാണ്? 0.05. ദെൻ ഫ്ലോറിൻ്റെ അതേ ഏരിയ അല്ലേ സീലിങ്ങിനും വരിക? ഓക്കെ, ദെൻ ദാറ്റ് സീലിംഗ് ഇസ് 150. അഗൈൻ 150 ഇൻറ്റു അതിൻ്റെ എന്താണ് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ പറഞ്ഞിട്ടുണ്ട് 0.8. ഓക്കെ, ഇങ്ങനെയാണ് ഡിനോമിനേറ്റർ ചെയ്യേണ്ടത്. സോ ദിസ് കംസ് ഔട്ട് ടു ബി 0.59 സെക്കൻഡ്സ് എന്ന് കിട്ടും. റിവർബറേഷൻ ടൈം കിട്ടും. ഇവിടെ റിവർബറേഷൻ ടൈം മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദി ആവറേജ് സൗണ്ട് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ്. 3 അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൽഫ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3 തന്നിട്ടുള്ളപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് സം എടുത്തിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെയെന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ആവറേജ് സൗണ്ട് അബ്സോർപ്ഷൻ കോഎഫിഷ്യൻറ്റ് സിഗ്മ എസ് ആൽഫ ഡിവൈഡഡ് ബൈ സിഗ്മ എസ്. ബിക്കോസ് ഇവിടുത്തെ ആൽഫ എന്നത് സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, ഇല്ലേ? ഏത് മെറ്റീരിയലാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആൽഫ എന്ന് പറഞ്ഞാൽ ഓരോ ആൽഫയെയും അതിൻ്റെ കറസ്പോണ്ടിങ് സർഫസ് ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ടോട്ടൽ സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ആൽഫ കിട്ടത്തുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു സിഗ്മ എസ് ആൽഫ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഈ ചെയ്ത ഡിനോമിനേറ്റർ തന്നെയാണ്, ശരിയല്ലേ? ഈ ഡിനോമിനേറ്റർ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ് കംസ് ഔട്ട് ടു ബി 135. ഓക്കെ, ഡിനോമിനേറ്റർ ചെയ്ത് നോക്കിയാൽ മതി, 135 എന്നാണ് കിട്ടുന്നത്. സോ അവിടെ the numerator is 135 divided by sigma s എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 250 പ്ലസ് 150 ഫ്ലോർ പ്ലസ് സീലിംഗ് 150. സോ 250 പ്ലസ് 150 പ്ലസ് 150 അല്ലേ? അപ്പോൾ 135 ഡിവൈഡഡ് ബൈ ദിസ് ഇസ് 550 എന്ന് വരും, ഇല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു 0.2454 എന്നാണ് കിട്ടുന്നത്. ആൽഫ എന്നത് യൂണിറ്റ് ഇല്ല. സോ 0.2454 is the answer. Now the fourth problem. Calculate the reverberation time of a hall having a volume of 4000 meter cube and the total absorption 160 metric sabine. Find the additional sound absorption required for an optimum reverberation of 1.5 seconds. ആദ്യത്തെ പാർട്ട് കാൽക്കുലേറ്റ് ദ റിവർബറേഷൻ ടൈം. വോളിയം തന്നിട്ടുണ്ട്, ടോട്ടൽ അബ്സോർപ്ഷൻ. മെട്രിക് സബൈൻ എന്നത് ഉദ്ദേശിക്കുന്നത് SI യൂണിറ്റിൽ എന്നാണ്. മെട്രിക് സബൈൻ എന്ന് പറഞ്ഞാൽ യൂഷ്വൽ സബൈൻ തന്നെയാണ് മീൻ ചെയ്യുന്നത്. സോ T ഈക്വൽ ടു 0.16 ഇൻറ്റു B ഡിവൈഡഡ് ബൈ A എന്ന് എഴുതിയാൽ മതി, കാരണം A ഡയറക്റ്റ് തന്നിരിക്കുക. സോ ദിസ് ഇസ് 0.16 ഇൻറ്റു B ഇസ് 4000, വോളിയം ഇസ് 4000 ഡിവൈഡഡ് ബൈ 160 അല്ലേ? അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ 4 സെക്കൻഡ്സ് എന്ന് കിട്ടും. ദിസ് കംസ് ഔട്ട് ടു ബി 4 സെക്കൻഡ്സ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്?
Find the additional sound absorption required for an optimum reverberation of 1.5 second. എന്ന് പറഞ്ഞാൽ അതായത് ഇതിൻ്റെ മീനിങ് 160 സബൈൻ ആണ് അക്കോസ്റ്റിക് അബ്സോർപ്ഷൻ എങ്കിൽ റിവർബറേഷൻ ടൈം 4 സെക്കൻഡ്സ് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 1.5 സെക്കൻഡ്സ് ആണ് റിവർബറേഷൻ ടൈം എങ്കിൽ എത്രയാണ് അബ്സോർപ്ഷൻ എന്ന് കണ്ടുപിടിക്കണം. So you put 1.5 seconds equal to 0.16. V എന്നത് സെയിം 4000 മീറ്റർ ക്യൂബ് തന്നെയാണ് വോളിയം, ഡിവൈഡഡ് ബൈ എ ഡാഷ് എന്ന് വിളിച്ചെന്ന് വെച്ചു. സോ വാട്ട് ഇസ് എ ഡാഷ്? 1.5 സെക്കൻഡ് ആകുമ്പോൾ എത്രയാണ് അബ്സോർപ്ഷൻ? എ ഡാഷ് ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.16 ഇൻറ്റു 4000 ഡിവൈഡഡ് ബൈ 1.5 എന്ന് വരും അല്ലേ. സോ ദിസ് ഇസ് 427 സബൈൻസ് എന്ന് കിട്ടും. അതായത് 1.5 സെക്കൻഡ്സ് ആണ് റിവർബറേഷൻ ടൈമെങ്കിൽ കറസ്പോണ്ടിങ് അബ്സോർപ്ഷൻ എന്നത് 427 സബൈനാണ് കിട്ടുന്നത്. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി അഡീഷണൽ സൗണ്ട് അബ്സോർപ്ഷൻ. അതായത് ഈ 4 സെക്കൻഡിൽ നിന്ന് 1.5 സെക്കൻഡ് ആയപ്പോൾ എത്രയാണ് അഡീഷണൽ ആയിട്ട് വന്ന സൗണ്ട് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ 427ൽ നിന്നും 160 മൈനസ് ചെയ്താൽ അഡീഷണൽ സൗണ്ട് അബ്സോർപ്ഷൻ കിട്ടും. So the additional sound absorption will be 427 minus 160. So the answer is 267 സബൈൻസ്. ഓക്കെ, ഇങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Then the last problem is a hall of volume 6200 meter cube is found to have a reverberation time of 1.8 seconds. The sound absorbing surface of the hall has an area of 900 meter square. Calculate the average absorption coefficient. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. Then t equal 0.16 b divided by sigma s alpha. ഓക്കെ, അതിൽ ടി തന്നിട്ടുണ്ട് എത്രയാണ്? 1.8 ഈക്വൽ ടു 0.16 ഇൻറ്റു വോളിയം ഈസ് 6200 ഡിവൈഡഡ് ബൈ സിഗ്മ എസ് ആൽഫ. ജസ്റ്റ് സർഫസ് ഏരിയ, ടോട്ടലായിട്ടുള്ള സർഫസ് ഏരിയ ഡയറക്റ്റ് തന്നിരിക്കുകയാണ്. സോ 900 ഇൻറ്റു അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ഈസ് ആൽഫ. സോ ഇതിൽ നിന്ന് ആൽഫ കണ്ടുപിടിക്കുക. 0.16 ഇൻറ്റു 6200 ഡിവൈഡഡ് ബൈ 1.8 ഇൻറ്റു 900 ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ഗെറ്റ് ദ ആൻസർ ആസ് 0.612. ഓക്കെ, സോ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. സിലബസിലുള്ള എല്ലാ ഏരിയയും നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ആസ് ഓൾറെഡി സെഡ്, ദിസ് ഈസ് വൺ ഓഫ് ദി സിമ്പിൾ ചാപ്റ്റർ ഇൻ ദ ഹോൾ സിലബസ് and also very easy to understand also. Okay, so we stop here.